ആശൂറാന്റെ നോമ്പ് മദീനയിലെത്തിയപ്പോൾ സാക്ഷാൽ ജൂതന്മാർ, യഹൂദികൾ അവരാ നോമ്പ് അനുഷ്ഠിക്കേണ്ടത് എന്ന് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബിയെയും സമൂഹത്തെയും അല്ലാഹു രക്ഷിച്ചതിന് നന്ദി സൂചകമായി അവർ നോമ്പെടുത്തു വന്ന് ഞങ്ങളും നോമ്പെടുക്കുന്നു എന്ന് ജൂതന്മാർ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്തായിരുന്നു? വനഹ്നു അഹഖു ബിമൂസാ മിൻകും, ഞങ്ങളാണ് നിങ്ങളെക്കാൾ മൂസാ നബിയോട് കടപ്പെട്ടവർ. സ്വഹാബത്തിനോട് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയുണ്ടായി, ലഇൻ ബഖീതു ഇലാ ഖാബിൽ, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ലഅസൂമന്ന താസിഅ, മുഹറം 9 ഞാൻ നോമ്പെടുക്കുക തന്നെ ചെയ്യും. കാരണം ജൂതന്മാരോട് എതിരാകാൻ. മുഹറം 9 നമ്മൾ നോമ്പ് ചേർത്തെടുക്കുന്നത്, അല്ലെങ്കിൽ 10 എടുത്തവർ 9 എടുക്കാൻ സാധിക്കാത്തവർ 11 കൂടി ചേർത്തെടുക്കണമെന്ന് റസൂലുള്ളാഹി ഹദീസിൽ പറഞ്ഞത് എന്തുകൊണ്ടാണ്? ആ ആശൂറാന്റെ നോമ്പിന്റെ വിഷയത്തിൽ പോലും, ഒരൈച്ഛികമായ സുന്നത്ത് നോമ്പിന്റെ വിഷയത്തിൽ പോലും ജൂതന്മാരോട് 10ാമത്തെ ദിവസം മാത്രം അവർ നോമ്പെടുക്കുന്നു എന്നതിനാൽ അവരോട് എതിരാകണമെന്ന് പറഞ്ഞിട്ടാണ്. ജൂതനസാറാക്കളോട് എതിരാകാൻ, ആ ജൂതനസാറാക്കളോടെതിരായി ആശൂറാന്റെ നോമ്പ് അനുഷ്ഠിക്കുന്ന മുസ്ലിമീങ്ങളെ, ഈ ദിവസങ്ങളിൽ പോലും നിങ്ങളുടെ സാദൃശ്യമാരോടാണ്? ഒരു ഫുട്ബോൾ മാമാങ്കത്തിന്റെ പേരിൽ, അതിന്റെ ഫാനായി ആടിയുലയുന്നതിന്റെ പേരിൽ, ജീവിതം ത്യജിക്കുന്നതിന്റെ പേരിൽ, തുലച്ചു കളയുന്നതിന്റെ പേരിൽ, ഉറക്കമൊഴിച്ചും നിസ്കരിക്കാതെയും ഈ നോമ്പ് പോലും ഉപേക്ഷിച്ചും നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ജാഥ വിളിക്കുന്നത്, മുദ്രാവാക്യം വിളിക്കുന്നത്, ഫ്ലക്സ് കെട്ടുന്നത്, തോരണം തൂക്കുന്നത്, തമ്മിൽ തല്ലുന്നത്, സമയം കൊല്ലുന്നത്? ആർക്കു വേണ്ടിയാണ്? ആരോടുള്ള സ്നേഹം മനസ്സിൽ കൊരുത്തു വച്ചിട്ടാണ്? ആരോടുള്ള സാദൃശ്യമാണ് അവരെ പോലെ ആട്ടം തുള്ളാനും കോലം കെട്ടാനും നിങ്ങളെ പ്രേരിപ്പിച്ചത്? മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, അവരോട് സാദൃശ്യമായാൽ അവരിൽ പെട്ടു എന്നാണ്. ഈ മുഹറം 10 ആശൂറാന്റെ നോമ്പ് പോലും ജൂതനസാറാക്കളോടും കുഫാറുകളോടും മുശ്രിക്കുകളോടുമുള്ള അനുകരണവും താദാത്മ്യവും നമ്മെ വിലക്കുന്നുവെങ്കിൽ ഈ ദിവസം പോലും നമ്മളത് കൊടുമ്പിരി കൊണ്ട് നടപ്പിലാക്കുകയാണ്. എത്ര വൈചിത്ര്യമാണ്, എത്ര വിരുദ്ധമാണിത്, എത്ര വൈരുദ്ധ്യമാണിത്! അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ.